ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ഊട്ടി ഫ്ലവർ ഷോയ്ക്ക് പോയതിൻ്റെ കാഴ്ചകളാണിത്. 2024 നോക്കി അറിയാം. തിരക്കൊന്നുമില്ല. തിരക്കുള്ളതിന് കാരണം മനസ്സിലായല്ലോ. ഹൈക്കോടതി ഓർഡർ ഇട്ടിരുന്നു, ഈ പാസ് നിർബന്ധമാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ വരുന്ന വണ്ടികൾക്കെല്ലാം പാസ് നിർബന്ധമായിക്കൊണ്ട് ഹൈക്കോടതി ഓർഡർ ഇട്ടതിന് പ്രകാരം വണ്ടികളൊക്കെ വളരെ കുറവായിരുന്നു. എല്ലാ ആൾക്കാരും വരാൻ ഒന്നും മടിച്ചു. അതുകൊണ്ടാണ് ഇവിടെ ആൾക്കാർ തിരക്ക് വളരെ കുറവായിട്ട് കാണുന്നത്. എനിവേ, ഞങ്ങൾക്കത് തിരക്ക് കുറവായിരുന്നുകൊണ്ട് സ്വസ്ഥമായിട്ട് എല്ലാം നടന്ന് കാണുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. പക്ഷെ ഒരു കുഴപ്പമുണ്ടായത്, മഴയുടെ ഈ പ്രയാസം ഉണ്ടായിരുന്നു. അത് തീരുന്ന സമയത്ത് നല്ലപോലെ മഴ പെയ്തു. അതുകൊണ്ട് ഫുള്ളായിട്ട് ആസ്വദിക്കാൻ പറ്റിയില്ല. നല്ല തണുപ്പായിരുന്നു. പക്ഷെ അത് നമ്മൾ മഴ ഉള്ളതുകൊണ്ട് മാത്രം അതൊന്ന് ഫുള്ളായിട്ട് ആസ്വദിക്കാൻ പറ്റിയില്ല മാത്രമേ ഉള്ളൂ. പൂക്കൾക്കൊക്കെ നല്ല ഭംഗിയാണ്. നമ്മൾ നാട്ടിൽ കാണുന്നതിനെക്കാട്ടും നല്ല കളറാണ് ഇവിടുത്തെ പൂക്കൾക്കെല്ലാം. ഈ പൂക്കളൊക്കെ നമ്മുടെ നാട്ടിലും ഉണ്ടാകുന്നതാണ്. പക്ഷേ ഇത്രയും മനോഹരമായിട്ട് നല്ല കളർഫുള്ളായിട്ട് നല്ല ആരോഗ്യമായിട്ട് നമ്മുടെ നാട്ടിൽ ഉണ്ടാകത്തില്ല. ഈ കാലാവസ്ഥയുടെ ആയിരിക്കാം അതിന് കാരണം. കണ്ടറിയാം. നമ്മുടെ ചിലകളൊക്കെ നമ്മുടെ നാട്ടിലാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കാണുന്നതാണ്. ഇതൊരു പൂവ ചൊല്ലാക്കിയ ട്രെയിനാണ്. ഒരു ബൊക്ക ഉണ്ടാക്കി വെച്ചിരിക്കുക, പൂവിൻ്റെ ഒരു ബൊക്ക ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. சுற்றுலா பயணிகளின் கனிவான கவனத்திற்கு வண்டி எண் 126 உதகை மலர் கண்காட்சி சிறப்பு ரயில் அரசு தாவரவியல் பூங்காவை வந்தடைந்தது. Dear visitors, kind attention please. Train number 126 Ooty Flower Show special train arrived at गवर्नमेंट बोटानिकल गार्डन उदगमंडलम. प्रिय पर्यटकों, कृपया ध्यान दें. रेल संख्या 1, 2. നമ്മുടെ ഡെയ്സി പൂവാന്ന് തോന്നുന്നു. നല്ല മനോഹരമായ പൂക്കളാണ്. പിങ്ക് വയലറ്റ് കളർ. ഇതിന് ശേഷം ഞങ്ങൾ പോയത് റോസ് ഗാർഡനിലേക്ക്. റോസ് ഗാർഡനിൽ അവിടെ ഓരോ ശില്പങ്ങളൊക്കെ പൂവച്ചുണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ സ്റ്റിൽസാണിത്. അവിടെയും റോസാപ്പൂവൊക്കെ പൂവൊന്നും ആയിട്ടില്ല. പൂവൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. ഒത്തിരി പഴക്കമുള്ള റോസാ ചെടികളൊക്കെ അവിടെ നിൽക്കുന്നത്. എന്നാലും അവിടുത്തെ അറ്റ്മോസ്ഫിയറൊക്കെ നല്ല ഭംഗിയാണ്. കുട്ടികൾക്ക് നല്ല എൻജോയ് ചെയ്യാൻ പറ്റി. നല്ലപോലെ നടക്കാനൊക്കെ ഉള്ള സ്ഥലം ഉള്ളതുകൊണ്ട്, ഇരിക്കാനും ഒക്കെ ഉള്ള സ്ഥലം ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. ഇതിലെല്ലാം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, ഞങ്ങൾ ഊട്ടിയിൽ താമസിച്ച ഹോട്ടലാണ് ഹോട്ടൽ ക്ലൂണി മാനർ. അവർ പറഞ്ഞൊരു സായിപ്പിൻ്റെ ബംഗ്ലാവായിരുന്നു. അത് വിലയ്ക്ക് വാങ്ങിച്ച്, എനിക്കൊന്നും മലയാളിയാണ് അത് നടത്തുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ വളരെ മനോഹരമായ ആംബിയൻസാണ് അവിടെ. എല്ലാ ഊട്ടി ഫ്ലവർ ഷോയെക്കാട്ടിലും കൂടുതൽ ഫ്ലവേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഈ ഷോ തന്നെ കണ്ടാൽ നമുക്ക് മതിയാകും. അപ്പം അവിടെ നിന്ന് ഈ ഫ്ലവർ ഷോയ്ക്ക് സമ്മാനങ്ങൾ, ഒന്നാം സമ്മാനം കിട്ടുന്ന ഈ ഒരു റിസോർട്ടാണിത്. അവിടെ നോക്കുവാണെങ്കിൽ അവിടെ എല്ലാം അവർക്ക് കിട്ടിയ മൊമെൻറ്റോസ് നിരത്തി വെച്ചിട്ടുണ്ട്. ചോദിച്ചപ്പം പറഞ്ഞത് പുഷ്പമേളയ്ക്ക് അവർക്ക് കിട്ടിയ പ്രൈസുകളാണെന്നാണ് പറഞ്ഞത്. അവിടെ നോക്കുവാണെങ്കിൽ വേറൊരു ഫാമിലി അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം അവിടെ നടന്ന് ഫോട്ടോ എടുക്കുകയാണ്. നല്ലൊരു ആംബിയൻസാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. നല്ല ഹോട്ടൽ കണ്ടാൽ തന്നെ നമുക്കറിയാം, ഹോട്ടൽ ഒരു ബംഗ്ലാവ് തന്നെയാണത്. അസൽ ബംഗ്ലാവ് തന്നെയാണ്. ആ ബംഗ്ലാവിനകത്താണ് ഞങ്ങൾ. അത് 4 റൂമിൽ ഞങ്ങൾ 3 ഫാമിലി ഉണ്ടായിരുന്നു താമസിച്ചത്. അതിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ്. അവിടെയൊക്കെ എൻജോയ് ചെയ്യാൻ നമുക്ക് ചോദിക്കുവാണെങ്കിൽ അവിടെ നമുക്ക് ഈ ക്യാമ്പ് ഫയർ ഒക്കെ അറേഞ്ച് ചെയ്ത് തന്നു. പക്ഷേ ഞങ്ങൾക്കന്ന് മഴയായിരുന്നുകൊണ്ട് നമുക്ക് അതിന് സാധിച്ചില്ല. ക്യാമ്പ് ഫയർ നടത്താൻ സാധിച്ചില്ല. അത്ര നല്ല മഴയുണ്ടായിരുന്നു, അത് സാധിച്ചില്ല. അവിടെ എല്ലാം നല്ല മനോഹരമായിട്ട് പൂക്കളും ചെടികളും ഒക്കെ വെട്ടി നിർത്തിയിട്ടുണ്ട്. കുട്ടികൾക്ക് വളരെ എൻജോയ് ചെയ്ത സ്ഥലമാണ്. അവർ ഇവിടുന്ന് തന്നെ പോകണ്ട എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ഞാൻ താമസിച്ച റൂമുകളാണ് നല്ല റൂമുകളാണ്. ഓരോരോ 4 റൂം. ഇവിടെയാണ് ഞങ്ങൾക്ക് 4 റൂം താമസിക്കാൻ കിട്ടിയത്. നല്ല വൈകിട്ടൊക്കെ അവിടെ ഇറങ്ങിയിരിക്കാനും രാത്രിയിലൊക്കെ പുറത്തിറങ്ങിയിരിക്കുക, തണുപ്പ് ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമായിരുന്നത്. ഒത്തിരി തണുപ്പില്ല. എനിക്ക് തോന്നുന്നു 12 ഡിഗ്രി സെൽഷ്യസാണ് രാത്രിയിലെ ടെമ്പറേച്ചർ അവിടെ ഉണ്ടായിരുന്നത്. 12 ഡിഗ്രിയാണ്. അപ്പോൾ ഇച്ചിരൂടെ എനിക്ക് നവംബറും ഡിസംബറും ഒക്കെ ആകുമ്പോൾ നല്ല തണുപ്പായിരിക്കും അവിടെ. പുറത്തൊന്നും ഇറങ്ങി നിൽക്കാൻ പറ്റത്തില്ല. എന്തായാലും
നല്ലപോലെ എൻജോയ് ചെയ്തു. കൂടുതൽ എൻജോയ് ചെയ്ത ഈ റിസോർട്ടിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, താങ്ക് യു.